ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. നമുക്കെല്ലാം പ്രിയപ്പെട്ട ബഹുമാന്യനായ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ C.T. നരേന്ദ്രകുമാർ സാറാണ്. ആദ്യമായിട്ട് ഓട്ടോണമസ് UGCയുടെ ഓട്ടോണമസ് സ്റ്റാറ്റസ് കിട്ടിയ മാറമ്പള്ളി MES കോളേജിനുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. Autonomy is not just a title. Autonomy is a responsibility and a promise that we give to the students. 30 വർഷത്തെ ലേണിംഗ് ഔട്ട്കം ഡിഫൈനായ വൈശാഖിരിക്കുന്നതിന് ഞങ്ങൾ എല്ലാവരും പറയുന്നതാണ് ലേണിംഗ് ഔട്ട്കം ഡിഫൈൻ ചെയ്യുന്നത് പറയാറുണ്ട്. ഞങ്ങൾ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കൂടിയ അക്കാഡമിക് കൗൺസിലിന്റെ ഞങ്ങളൊരു മെമ്പർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്. കമ്പ്യൂട്ടർ സയൻസ് അതാണ് ലേണിംഗ് ഔട്ട്കം. ഈ MES കോളേജുകളുടെ വളർച്ച, പിന്നീട് ആ വളർച്ച നമ്മൾ കാണുമ്പോൾ വളരെ പെട്ടെന്ന് MESന്റെ എല്ലാ സ്ഥാപനങ്ങളും വളരെ മനോഹരമായിട്ട് എന്താ പറയാ വളരുക മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് അവർ ഉണ്ടാക്കിയിട്ടുള്ള വലിയ നേട്ടങ്ങൾ അത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. KRFന്റെ റാങ്കിങ് അനൗൺസ് ചെയ്തപ്പോ MESന്റെ 7 എയ്ഡഡ് കോളേജുകളിൽ 6 എയ്ഡഡ് കോളേജുകളും റാങ്ക് 100ന്റെ അകത്താണ്. മാറമ്പള്ളി കോളേജ് 32ാമത് റാങ്കാണ് എന്നുള്ളത് വളരെ അഭിമാനകരം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ NAAC വിസിറ്റിന് നമ്മുടെ കോളേജിൽ NAAC A+ ക്രെഡിറ്റ് കിട്ടിയ ഒരു കോളേജാണിത്. കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഇത്രയധികം വളർച്ച നേടിയ MESന്റെ മറ്റൊരു സ്ഥാപനമുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. തികച്ചും ഗ്രാമപ്രദേശമായ പ്രദേശം, ഈ പ്രദേശത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള സ്വപ്നം മുട്ടിട്ടത് മൺമറന്നുപോയ ഗഫൂർ സാഹിബാണ്. ഡോക്ടറായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ ചികിത്സയ്ക്ക് വരുന്നവരുടെ വീട്ടിൽ പാവപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് അറിഞ്ഞ് അവർക്ക് വിദ്യാഭ്യാസ സഹായം നൽകി. പിന്നീട് അതൊരു സംവിധാനമായി MESന്റെ മഹത്തായ സംഘടന 1964 രൂപീകരിച്ചു. വിപ്ലവകരമായ മുന്നേറ്റമാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. അതിനുശേഷം ഇത് രണ്ടും കൂടി ഗവൺമെന്റ് പ്രാക്ടീസും MESന്റെ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രാജിവെച്ച് മുഴുവൻ സമയം ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിച്ചത്. നിങ്ങൾ ഈ പ്രദേശത്തെ ഇത്രയും സമ്പന്നരായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ 125 ഏക്കർ മേടിച്ച് MESന്റെ പേരിൽ അത് കൈമാറിയാൽ പിറ്റേ വർഷം തന്നെ ഇവിടെ ഒരു ക്യാമ്പസ് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് ഇവിടെയുള്ള മഹാന്മാരായ മുൻഗാമികൾ കാരണവന്മാരും MESും ചേർത്തുകൊണ്ട് ഈ സ്ഥലം മേടിക്കുകയും പിന്നീട് ഈ സ്ഥാപനം ഒരുപക്ഷെ പറഞ്ഞത് മാതിരി ഈ സ്ഥാപനം ഇവിടെ ലഭിക്കാതെ പോയി. ഏതാണ്ട് 30 വർഷത്തോളം ഇവിടെ ഒരു ഏക്കർ സ്ഥാപനത്തിന് ഇവിടെ സ്കോപ്പില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഈ സ്ഥാപനം ഒരിക്കലും നമ്മുടെ കലാസ്വപ്നമായി ഇവിടെ എന്നേക്കുമായി നിലച്ചുപോയ ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടത്. പിന്നീട് MES അടക്കമുള്ളത് ഇതൊരു റബ്ബർ എസ്റ്റേറ്റ് ആക്കാനുള്ള ഒരു ശ്രമത്തെ നടത്തിയെങ്കിലും ആ ഗ്രാൻഡ് ഫാദർ അടക്കമുള്ളവർ ശക്തമായി അതിനെതിരെ പ്രതിഷേധിക്കുകയും ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലാതെ മറ്റൊന്നിനും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പിന്നീട് ഒരു 25 വർഷം കഴിഞ്ഞപ്പോഴാണ് ബഹുമാന്യനായ കേരളത്തിന്റെ മൺമറഞ്ഞുപോയ വികസന നായകൻ K. കരുണാകരൻ മന്ത്രിസഭ വന്നപ്പോ ആ ക്യാബിനറ്റിൽ ഈ കോളേജ് ഇല്ലാതിരിക്കെ വളരെ വികാരപരമായി എന്റെ പിതാവ് ഈ കോളേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട K. കരുണാകരൻ അന്നത്തെ മുഖ്യമന്ത്രി ഈ കോളേജ് അനുവദിക്കുകയും അവിടെ വെച്ച് തന്നെ ഈ കോളേജ് അനുവദിച്ചതിന്റെ പേരിൽ 14 കോളേജാണ് എക്സ്ട്രാ അവിടെ വെച്ച് ആ മന്ത്രിസഭയിൽ കൂട്ടിച്ചേർത്തത്. ഇത്രയും കോളേജ് അനുവദിച്ചെങ്കിലും K. കരുണാകരന്റെ കരങ്ങളാൽ തന്നെ ഏറ്റവും ആദ്യം അനുവദിക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്ത സ്ഥാപനം ഈ മാറമ്പള്ളി MES കോളേജാണെന്ന് അഭിമാനത്തോട് കൂടെ പറയാൻ ഞാൻ ഈ അവസരം ഒരുക്കുകയാണ്. മാറമ്പള്ളി MES കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഓട്ടോണമസ് സ്റ്റാറ്റസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ്. കേവലം 30 വർഷം കൊണ്ട് തന്നെ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഫാമിലിയെ പോലെ ഇവിടെയുള്ള ഓൾ ടീം മാനേജ്മെൻ്റ് ആയാലും ഇവിടെ പ്രിൻസിപ്പൾ ആയാലും സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ മികവാണ്.